LDF ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ അപമാനിച്ചെന്ന് കോൺഗ്രസ്. LDF മധ്യമേഖലാ ജാഥയുടെ പോസ്റ്റർ കല്ലറയിൽ വച്ചെന്ന് കോട്ടയം DCC. പിന്നിൽ പ്രവർത്തിച്ച മാനസിക വൈകൃതമുള്ളവരുടെ ചേതോവികാരം എന്തെന്ന് മനസ്സിലാകുന്നില്ലെന്ന് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പ്രതികരിച്ചു. ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ഖേദം പ്രകടിപ്പിക്കണമെന്നും DCC ആവശ്യപ്പെട്ടു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPM ലോക്കൽ കമ്മിറ്റിയും പോലീസിൽ പരാതി നൽകി. നാട്ടകം സുരേഷ് പറയുന്നതിങ്ങനെ: വിശുദ്ധിയോടെ മാത്രം കാണുന്ന ഇടമാണ് മരണപ്പെട്ടവരെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറ. പുതുപ്പള്ളി പള്ളിയിൽ നിരവധി പുരോഹിത ശ്രേഷ്ഠന്മാരുടെ കബറിടത്തിന് സമീപമാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കബറിടവും സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം യാത്രയായിട്ട് വർഷങ്ങൾക്കിപ്പുറവും ജാതിമത വ്യത്യാസമില്ലാതെ വളരെയധികം പേർ ഉമ്മൻചാണ്ടി സാറിന്റെ കബറിടം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും നമ്മിൽ നിന്നും വേർപെട്ടുപോയ ഉമ്മൻചാണ്ടി സാറിനെയും അപമാനിക്കുന്ന തരത്തിലുള്ള ഈ പ്രവൃത്തിയെ തള്ളിപ്പറയുവാൻ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണിയും LDF നേതൃത്വവും തയ്യാറാകണം. മതാചാരങ്ങളിൽ ഇടപെട്ട് വിശ്വാസികളെ വേദനിപ്പിക്കുന്ന വിധത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തുവാൻ ഈ കോട്ടയത്തിന്റെ മണ്ണിൽ നിങ്ങളെ അനുവദിക്കുകയില്ലെന്ന് ശക്തമായി ഓർമ്മപ്പെടുത്തട്ടെ. ഈ പ്രവൃത്തിയെ തള്ളിപ്പറയുവാനും ജാഥ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഈ വിഷയത്തിൽ പുതുപ്പള്ളിയെ വിശ്വാസ സമൂഹത്തോട് ഖേദം പ്രകടിപ്പിക്കുവാനും ജോസ് കെ മാണി തയ്യാറാവണം. കസ്റ്റഡിയിലെടുത്ത ഗുണ്ടാതലകനെ പോലീസ് സ്റ്റേഷനിൽ ഫോൺ ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കിയ സംഭവത്തിൽ പേട്ട പോലീസിനെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. വധശ്രമക്കേസിൽ കസ്റ്റഡിയിലെടുത്ത പുത്തൻപാലം രാജേഷിന് സൗകര്യങ്ങൾ നൽകിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തൽ. സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തികാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അയൽവാസികളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് പുത്തൻപാലം രാജേഷിനെ കഴിഞ്ഞ ദിവസം പേട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലിരിക്കുമ്പോൾ പോലീസ് പ്രത്യേക സൗകര്യം ചെയ്തുകൊടുത്തു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ രാജേഷിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സഹോദരങ്ങളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കോടതി റിമാൻഡ് ചെയ്ത യുവാവിന് ജാമ്യം ലഭിച്ചു. താമരശ്ശേരി ചെറുവാടി സ്വദേശി ഇർഫാനാണ് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ആതിര കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 1 ലക്ഷം രൂപ വീതമുള്ള 2 ജാമ്യക്കാരുടെ ബോണ്ടും ഒറിജിനൽ പാസ്പോർട്ടും ഹാജരാക്കിയും ആഴ്ചയിൽ 2 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനു മുമ്പാകെ ഹാജരാവണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന വ്യവസ്ഥകളോടെയാണ് ജാമ്യം. മുക്കം പാഴൂരിലാണ് കഴിഞ്ഞ ഡിസംബർ 31 രാവിലെ 10 മണിക്കാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. ബൈക്കിലെത്തിയ യുവാക്കളായ സഹോദരങ്ങളെ ഇയാൾ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇയാളുടെ ജാമ്യാപേക്ഷയെ പോലീസ് ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ പരിക്കേറ്റ സഹോദരങ്ങൾ ഇർഫാനോടുള്ള പൂർവ്വവിരോധത്താൽ ഇയാളെ മർദ്ദിക്കാനായി ആയുധങ്ങളുമായി ബൈക്കിൽ വരവെ അത് കണ്ട് ഭയപ്പെട്ടതിനാൽ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടമുണ്ടായതാണെന്നും ഇർഫാൻ തന്നെയായിരുന്നു പരിക്കുപറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും പ്രതിഭാഗം അഡ്വക്കേറ്റ് CT അഹമ്മദ് കുട്ടി വാദിച്ചു. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ, പത്രവാർത്തകൾ എന്നിവയും പ്രതിഭാഗം അഡ്വക്കേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ വാദങ്ങൾ മുഖവിലയ്ക്ക് ാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി കോൺഗ്രസ്. പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായുള്ള സുപ്രധാന സമിതികളെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. മുതിർന്ന നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയാണ് പ്രചാരണ സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലും പ്രചാരണം നയിക്കുന്നതിലും ചെന്നിത്തലയുടെ അനുഭവ സമ്പത്ത് ഗുണകരമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. തിരുവനന്തപുരം MP ശശി തരൂരാണ് പ്രചാരണ സമിതിയുടെ സഹാധ്യക്ഷൻ. ഷാഫി പറമ്പിൽ MPയാണ് പ്രചാരണ സമിതി കൺവീനർ. ബെന്നി ബെഹനാൻ MP പ്രകടന പത്രികാ സമിതി ചെയർമാനാകും. കൊടിക്കുന്നിൽ സുരേഷാണ് സഹാധ്യക്ഷൻ. രമേശ് ചെന്നിത്തലയടക്കം ആകെ 10 അംഗങ്ങളാണ് പ്രചാരണ സമിതിയിലുള്ളത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും യുവാക്കളെയും ഏകോപിപ്പിക്കാനാണ് ഷാഫി പറമ്പിലിനെ കൺവീനർ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. വിഷൻ 2026 ലക്ഷ്യമിട്ടുള്ള വ്യാപകമായ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള ചുമതലയാണ് ബെന്നി ബെഹനാൻ അധ്യക്ഷനായ സമിതിക്ക് നൽകിയിരിക്കുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. ഉദ്യോഗസ്ഥ ഗൂഢാലോചന തള്ളുകൊണ്ടാണ് റിപ്പോർട്ട്. മഠത്തിൽ വരവ് സമയം പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിലേക്ക് ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് റിപ്പോർട്ട്. ഏകപക്ഷീയ തീരുമാനങ്ങളാണ് തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കണ്ടെത്തൽ. തൊട്ടു മുന്നിലുള്ള പൂരത്തിനിടയിലും പോലീസുമായി വാക്കുതർക്കം ഉണ്ടായിരുന്നു. ആസൂത്രിത നീക്കമുണ്ടായോ എന്ന കാര്യത്തിൽ ADGP ലെവൽ
യോഗത്തിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ 2024 ഒക്ടോബറിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പും പൂരവും അടുത്തിരിക്കുന്നതിനാൽ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകില്ല. CCTV, ഫോൺ എന്നിവയുടെ ശാസ്ത്രീയ ഫലം വന്നിട്ടില്ലെന്നാണ് വിശദീകരണം. തിരുവല്ല സ്പാ കൂട്ട ബലാത്സംഗ കേസിൽ 7ാം പ്രതി അറസ്റ്റിൽ. മഞ്ഞാടി ഷിങ്കോ പി സണ്ണിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടിയിലായത്. 1ാം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിൽ 7ാമതൊരാൾ കൂടിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. ഗുണ്ടാപിരിവ് നൽകാത്ത വിരോധത്തിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നതാണ് പോലീസ് കേസ്. ബലാത്സംഗത്തിന് സഹപ്രവർത്തകയുടെ ഒത്താശയുണ്ടെന്ന ആരോപണവും അതിജീവിത വെളിപ്പെടുത്തിയിരുന്നു. സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസിലെ മുഖ്യപ്രതിയായ മരണസുബിനും സംഘവും സ്പായിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് പോലീസ്. ഗുണ്ടാപിരിവ് നൽകാത്തതിലെ വിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് 1ാം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്വേഷണ സംഘം പറയുന്നത്. സ്പായിലെ സഹപ്രവർത്തക ബലാത്സംഗത്തിന് ഒത്താശ ചെയ്തു എന്ന ആരോപണത്തിൽ അന്വേഷണം തുടരുന്നുണ്ട്. മരണസുബിനടക്കം 6 പേരെയാണ് കേസിൽ ആദ്യം പ്രതി ചേർത്തത്. CCTV ദൃശ്യം കൂടുതൽ പരിശോധിച്ചതിൽ നിന്നാണ് 7ാമതൊരു പ്രതികളുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഫെബ്രുവരി 1ാം തീയതിയാണ് തിരുവല്ല നഗരത്തോട് ചേർന്നുള്ള സ്പായിൽ കാപ്പാപ്രതി മരണസുബിൻ അതിക്രമിച്ചു കയറി ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തത്. സംഭവത്തിൽ കൂട്ടബലാത്സംഗത്തിനാണ് പോലീസ് കേസെടുത്തത്. ആലുവ ചൂർണിക്കരയിൽ 10 വയസ്സുകാരിക്ക് പൊള്ളലേറ്റു. ഇതര സംസ്ഥാനക്കാരായ അമിനുൽ ജൂലിയത്തുൽ ദമ്പതികളുടെ മകളായ ഖദീജയ്ക്കാണ് പൊള്ളലേറ്റത്. 40% പൊള്ളലേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉച്ചയ്ക്ക് 1 മണിക്കോടെ അമ്മ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സ്വന്തമായി ഓംലെറ്റ് ഉണ്ടാക്കാൻ ഗ്യാസ് സിലിണ്ടർ ഓണാക്കുകയായിരുന്നു കുട്ടി. ലീക്കുണ്ടായിരുന്ന റെഗുലേറ്ററിലൂടെ ഗ്യാസ് ശക്തമായി പുറത്തേക്ക് തള്ളുകയും ലൈറ്റർ ഉപയോഗിച്ച് അടുപ്പ് കത്തിക്കാൻ ശ്രമിച്ചതോടെ കുട്ടിക്ക് പൊള്ളലേൽക്കുകയുമായിരുന്നുവെന്ന് മാതാപിതാക്കൾ പറയുന്നു. ശബരിമല കൊടിമരത്തിലെ വാജി വാഹനത്തിൽ സ്വർണ്ണപ്പാളി ഒട്ടിച്ചത് താൻ തന്നെയാണെന്നും എന്റെ വിയർപ്പിന്റെ അംശം അതിലുണ്ടാകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. താൻ തന്നെയാണ് അതിൽ സ്വർണ്ണമൊട്ടിച്ചത്. അഷ്ടദിക്പാലക ശില്പങ്ങളിൽ എന്റെ മകനും സംവിധായകൻ ഷാജി കൈലാസും തിരക്കഥാകൃത്ത് രഞ്ജിത്ത് പണിക്കരും ചേർന്ന് സ്വർണ്ണമൊട്ടിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്റെ വലിയമ്മാവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിരിക്കുന്ന കാലത്താണ് കൊടിമരം പുനഃസ്ഥാപിക്കണമെന്ന് ദേവപ്രശ്നത്തിൽ തെളിയുന്നത്. 300-400 വർഷം നിലനിൽക്കാനുള്ള കൊടിമരമാണെന്നാണ് പറഞ്ഞിരുന്നത്. വീട്ടിൽ നിന്നുള്ള സ്വർണം ജ്വല്ലറിയിൽ കൊടുത്ത് 24 ക്യാരറ്റ് സ്വർണമാക്കി. മോഹൻലാൽ തന്നെ വിളിച്ച് സ്വർണം നൽകാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പലരും അതിൽ പങ്കാളികളായി. അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ അജയ് തറയൽ, പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയാണ് സ്വർണം വാങ്ങിവെച്ചത്. ഭഗവാന് സമർപ്പിച്ചതാണ്. രസീത് വാങ്ങിയില്ല. രേഖകളൊന്നും സൂക്ഷിച്ചിട്ടില്ല. അവർ സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്നും എല്ലാം പോലീസ് അന്വേഷിക്കട്ടെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സർവശിക്ഷ കേരളം പദ്ധതിയിൽ കേരളത്തിനുള്ള ഫണ്ട് നൽകുമെന്ന വാഗ്ദാനം കേന്ദ്രം പാലിച്ചില്ലെന്ന് സ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടയിൽ സ്ഥാന സർക്കാർ ഈ ആരോപണം ഉന്നയിച്ചു. സർവശിക്ഷ കേരളം പദ്ധതിയിൽ കേരളത്തിന് അർഹതപ്പെട്ട പണം ഉടൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ട് കഴിഞ്ഞ നവംബറിൽ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ വാഗ്ദാനം കേന്ദ്രം പാലിച്ചില്ലെന്ന് സ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ PV ദിനേശ്, സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ഷോങ്കർ കോടതിയിൽ പറഞ്ഞു. ഈ കാര്യം വ്യക്തമാക്കി തിങ്കളാഴ്ചയ്ക്കകം സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ജസ്റ്റിസ് ദീപാങ്കർ ഭട്ടാചാര്യ, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവർ വ്യക്തമാക്കി. എന്നാൽ കേരളത്തിന് ഫണ്ട് ലഭിച്ചതായി ഇടത് സംഘടനയുടെ ഭാഗമായ KRTA അസോസിയേഷൻ വ്യക്തമാക്കി. കോടതി 2 മാസം സമയം നൽകിയിട്ടും കേരളം സത്യവാങ്മൂലം സമർപ്പിച്ചില്ലെന്നും സംഘടനയ്ക്കായി മുതിർന്ന അഭിഭാഷകൻ രാഗേന്ദ്ര ബസന്ത്, അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ എന്നിവർ പറഞ്ഞു. ഇതോടെ കോടതി സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതോടെ കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. കൊല്ലം ഇരവിപുരത്ത് അനിയൻ ചേട്ടനെ തലക്കടിച്ചു കൊന്നു. അനിയൻ കെനിലാണ് ചേട്ടൻ അനിലിനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിക്കോടെയാണ് സംഭവം. അതേസമയം കെനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്നവരാണെന്നാണ് പോലീസ് പറയുന്നത്.